അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനികളെ, ഇന്ന് പരിശുദ്ധമായ ബദറിലേക്ക് എത്തുകയാണ്. ബദറിനെ സംബന്ധിച്ച കുറച്ച് വിവരങ്ങളും ബദരീങ്ങളോടൊപ്പം ഉള്ള ഒരു സഞ്ചാരവും ഇൻഷാ അല്ലാഹ് എന്ന് ഉദ്ദേശിക്കുന്നു. അള്ളാഹു അവരോടൊപ്പം നമ്മളെല്ലാവരെയും സ്വർഗാവകാശികൾ ഉൾപ്പെടുത്തട്ടെ. നേരെ വീഡിയോയിലേക്ക് പോകാം. പരിശുദ്ധമായ ഇസ്ലാമിലെ അദ്വിതീയമായ സ്ഥാനമുള്ള ഏറ്റവും ഉന്നതരായ വ്യക്തിത്വങ്ങളാണ് ബദരീങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുകയും അവർ ചെയ്ത പ്രവൃത്തികളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല മാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ എന്നൊരു സഹാബിയുമായിട്ട് ബന്ധപ്പെട്ട് ചില ചർച്ചകളുണ്ടായപ്പോൾ ബദരീങ്ങളെ സംബന്ധിച്ച് അനാവശ്യമായി സംസാരിക്കാൻ പാടില്ല എന്നും ബദരീങ്ങൾക്ക് അല്ലാഹു യത്തലു അലാ അഹ്ലി ബദർ, അള്ളാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളുടെ മേൽ വെളിപ്പെട്ടതുപോലെ, എന്നിട്ട് അവരോട് പറഞ്ഞതുപോലെ ഇഫ്അലു മാ ശിഅ്തും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിച്ചോളൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഫഖദ് ഗഫർതു ലക്കും, എല്ലാ പാപങ്ങളും നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു എന്ന് അള്ളാഹു അവരെ ആദരിച്ച് ബഹുമാനിച്ച് അവരുടെ സ്ഥാനമാനത്തെ ഉയർത്തി പറഞ്ഞതായി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ബദർ യുദ്ധം നടക്കുമ്പോൾ ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു വാചകം തന്നെ ബദരീങ്ങളുടെ ശ്രേഷ്ഠത എടുത്തു കാണിക്കുന്നതാണ്. അല്ലാഹുമ്മ ലൗലാ ഹാദിഹിൽ അസാബ, അള്ളാഹുവെ, ഈ ചെറുസംഘം ഇല്ലായ്മ ചെയ്യപ്പെട്ടാൽ, അവരെങ്ങാനും ഭൂമിയിൽ നിന്ന് നശിപ്പിക്കപ്പെട്ടാൽ, ലം തുഅബദ് ഖത്തു, പിന്നെ നിന്നെ ആരാധിക്കാൻ ഭൂമുഖത്ത് ഒരാളും ഉണ്ടാവുകയില്ല. അപ്പോൾ ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ അള്ളാഹുവിനെ ആരാധിക്കുന്നവരുടെ മൂലകാരണക്കാരാണ് ബദരീങ്ങൾ. അവർ അന്ന് നശിപ്പിക്കപ്പെട്ടെങ്കിൽ ഇന്ന് ലോകത്ത് ഉന്നതമായി ഉദിച്ചു നിൽക്കുന്ന പരിശുദ്ധമായ ഇസ്ലാമിൽ ഒരു മെമ്പർ പോലും ഉണ്ടാവുകയില്ലായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ദുആയിൽ കാണാം. മാത്രമല്ല, ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലേക്ക് പങ്കെടുക്കുന്നതിനെ സംബന്ധിച്ച് പ്രേരിപ്പിച്ച് സംസാരിപ്പിച്ചപ്പോൾ മുഹാജിറുകളായ സ്വഹാബാക്കൾ കൈമൈ മറന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളിലേക്ക് തിരിഞ്ഞു ചോദിച്ചപ്പോൾ അൻസാറുകളെ പ്രതിനിധീകരിച്ച്, മദീനക്കാരെ പ്രതിനിധീകരിച്ച് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു വളരെ ധീരോദാത്തമായ സംസാരമാണ് നടത്തിയത്. നബിയെ, അങ്ങ് ഞങ്ങളെ ഒരു സമുദ്രത്തിലേക്ക് ഇറങ്ങാനാണ് വിളിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങോടൊപ്പം വരും. അങ്ങ് ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും ഞങ്ങൾ തീർച്ചയായും അങ്ങയോടൊപ്പം ഉണ്ടാകും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനത മൂസ നബിയോട് പറഞ്ഞ സംസാരം, നിങ്ങളും നിങ്ങളുടെ റബ്ബും പോയി യുദ്ധം ചെയ്തോളൂ, ഞങ്ങൾ സുരക്ഷിതമായി വീട്ടിലിരുന്നോളാം എന്നുള്ളത് ഞങ്ങൾ ഒരിക്കലും പറയുകയില്ല. അതുകൊണ്ട് ഞങ്ങൾ പുറകിലുണ്ട്, അങ്ങ് ധൈര്യസമേതം മുന്നേറുവാൻ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ പൂമുഖം 14-ാം രാവിലെ പൂർണ്ണേന്ദുവിനെ പോലെ തിളങ്ങിയതായി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അത്ര കണ്ട് ബദരീങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിനും മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്കും പിന്തുണ കൊടുക്കുകയും അതിശക്തമായി ഉറച്ചു നിൽക്കുകയും ഇസ്ലാമിന് വേണ്ടി അവരുടെ ശരീരവും മജ്ജയും മാംസവും സമർപ്പിക്കാൻ തയ്യാറായവരാണ്. അള്ളാഹു അവരെ സ്നേഹിച്ച് വിജയിക്കുന്നവരിൽ നമ്മളെ പെടുത്തട്ടെ. ആമീൻ യാ റബ്ബ്.